അത് നന്നായി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത വളരെ സിമ്പിൾ ആയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഒരു പ്രശ്നമാണ്, ഇത് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക ലോജിക്കാണ്. ഈ മാത്സിനോട് താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് ഇത് രസകരമാകും, അല്ലാത്തവർക്ക് ഇത് ബോറായിട്ട് പോകും. അപ്പൊ അതിന്റെ ട്രിക്ക് മനസ്സിലായാൽ വളരെ സിമ്പിളാണ്, ട്രിക്ക് മനസ്സിലായില്ലെങ്കിൽ വളരെ ബോറുമാണ്. അപ്പോൾ കാര്യങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക. കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അതിന്റെ ഉള്ളടക്കം ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ഈ വാക്കിൽ തന്നെ ഉണ്ട് രണ്ട് കാര്യങ്ങൾ, റിലേഷനും ഫങ്ഷനും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് റിലേഷനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചും. ഫങ്ഷൻ, കുറച്ച് ഫങ്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ പഠിച്ചായിരുന്നു. ഐഡന്റി ഫങ്ഷൻ, കോൺസ്റ്റന്റ് ഫങ്ഷൻ, സിഗ്നം ഫങ്ഷൻ, പിന്നെ അതുപോലെ തന്നെ പോളിനോമിയൽ ഫങ്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫങ്ഷൻ, മോഡുലസ് ഫങ്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷൻസ് കഴിഞ്ഞ വർഷം പഠിച്ചു. ഇവിടെ പുതിയതായി കുറച്ച് ഫങ്ഷൻസ് പഠിക്കും. പിന്നീട് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഒരു ഐറ്റം വരും, ബൈനറി ഓപ്പറേഷൻ. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഫങ്ഷനിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ റിലേഷനിൽ തന്നെ നമുക്ക് വേറെ ചില, കഴിഞ്ഞ വർഷം റിലേഷനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടിയുള്ളൂ. ഇവിടെ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിക്കണം. അപ്പോൾ പലതരത്തിലുള്ള റിലേഷൻ പഠിക്കും, അതുപോലെ പലതരത്തിലുള്ള ഫംഗ്ഷൻ പഠിക്കും. പിന്നെ എക്സ്ട്രാ ഒരു ഐറ്റം കൂടെ വരും, ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ ബൈനറി ഓപ്പറേഷൻ കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് റിലേഷനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. റിലേഷൻസ് കുറിച്ചോ, റിലേഷൻസ് ബന്ധം. റിലേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഇയറിന്റെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഫസ്റ്റ് ഇയർ നമ്മൾ റിലേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ ഫസ്റ്റ് ഇയർ റിലേഷൻ പറയുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എ ക്രോസ് ബി. ഓർമ്മയുണ്ടല്ലോ, എന്താണ് എ ക്രോസ് ബി? അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി. അപ്പൊ 2 സെറ്റുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 ആണെന്നില്ല. ഞാൻ 2 സെറ്റുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു, സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എ ക്രോസ് ബി നോക്കി എഴുതാം. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് തന്നെയാണ്. എ ക്രോസ് ബി നമുക്ക് 1 3 2 3 1 3 ഇതാണ് എ ക്രോസ് ബി. തന്നല്ലോ എ ക്രോസ് ബി. അങ്ങനെയാണെങ്കിൽ ഇത് എ ക്രോസ് ബി ആണ്. അപ്പോ എ എന്നുള്ള സെറ്റ് എഴുതി, ബി എന്നുള്ള സെറ്റ് എഴുതി. അപ്പൊ എ ക്രോസ് ബി നമ്മൾ ശരി. എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, എ ക്രോസ് ബി എന്ന് പറയുന്നത്, എ ക്രോസ് ബിയിൽ നമുക്ക് 2 എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ 2 എലമെന്റ്സ് കാണും അല്ലെ? എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അതോടെ നിൽക്കട്ടെ. ഇനി അപ്പൊ ഇതിൽ നമ്പർ ഓഫ് എലമെന്റ്സ് 2 ആണ്. ആ എലമെന്റ്സിന്റെ എണ്ണത്തിനെ m എന്ന് വിളിക്കാം. 2 എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സബ്സെറ്റ്സുകൾ, എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ് സംഗതി ഇവിടെ പറയുന്നു. എ എഴുതി, ബി എഴുതി, 2 സെറ്റുകൾ പരിഗണിച്ചു. എ എന്നുള്ള സെറ്റ് 1 2, എയിൽ 2 എലമെന്റ്സ്, ബിയിൽ 1 എലമെന്റ്സ്. ഓക്കെ. ഇനി അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എ ക്രോസ് ബി നമ്മൾ എഴുതി. എ ക്രോസ് ബി നമ്മൾ എഴുതിയതിനു ശേഷം ഇനി നമ്മൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകൾ, സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ്. അപ്പൊ ആദ്യത്തെ സെറ്റ് 1 3, പിന്നെ 2 3 അല്ലേ? ഇനി ഏതൊരു സെറ്റും ആ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പം 1 3 2 3 ശരിയല്ലേ? ഇനി ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ്സ് ആണ് നൾ സെറ്റ്. മനസ്സിലായോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതില് എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റ്സ് വന്നു വെച്ചാൽ 1 2 3 4 സബ്സെറ്റ്സ്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2 raised to m, that means 2 raised to 9.
അല്ലെങ്കിൽ എണ്ണി പറയാം 1 2 3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്പർ ഓഫ് എ ക്രോസ് ബി എന്താണെന്ന് നമുക്കറിയാം n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി ആണ്. n ഓഫ് എ 2 n ഓഫ് ബി 1. അപ്പൊ 2 കൂടെ 1 2 അല്ലെങ്കിൽ നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിച്ചു അങ്ങനെ ഒന്നുകിൽ നമ്പർ ഓഫ് എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാതെ തന്നെ എ ക്രോസ് ബി കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് നമ്പർ ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് എ ക്രോസ് ബി കഴിഞ്ഞ വർഷം പഠിച്ചാണ്. നമ്പർ ഓഫ് എ ക്രോസ് ബി നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എ 2 ശരിയല്ലേ? ഇതിൽ 2 എലമെന്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് ബി അതാണ്. അങ്ങനെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് 2 റൈസ് ചെയ്യാം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്നാൽ 2 റൈസ് ചെയ്യാം എന്ന് പറയാൻ എ ക്രോസ് ബിയുടെ എലമെന്റ്സുകളുടെ എണ്ണം m ആണ് m is equal to എന്ന് പറയാൻ നമ്പർ ഓഫ് എ ക്രോസ് ബി. ഇനി നമ്പർ ഓഫ് എ ക്രോസ് ബി എന്താണെന്ന് നമുക്കറിയാം. n of a into n of a is 2 2 into 1 is 2. നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2 റൈസ് ചെയ്യാം സമം 2 സ്ക്വയർ is equal to 4. ഒന്ന് കുറിക്കുക, എല്ലാവരും കുറിക്കുക. Consider two sets. A is equal to set 1 2. B is equal to set 3. ഒരു സംശയമില്ല. ഒട്ടനെ A cross B ഇടാം. A cross B കാരണം ഇവിടെ ഒരു കാര്യം എഴുതാം. n of A സമം 2 n of B സമം 1. n of A സമം 2 n of B സമം 1. ഇനി A cross B എഴുതാം. A cross B സെറ്റ് 1 3 2 3. അപ്പോ A cross B എലമെന്റ്സുകളുടെ എണ്ണം m സമം 2. അതങ്ങനെ സൈഡില് കുറിക്കുക. n of A cross B സമം n of A into n of B സമം 2 into 1 times 2. ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സബ്സെറ്റ്സ് ഓഫ് A cross B. സെറ്റ് ഓർഡേർഡ് ബൈ 1 3. സെറ്റ് ഓർഡേർഡ് ബൈ 2 3. ഓരോന്നോരോന്ന് എടുത്തു. ഇനി മൊത്തത്തിൽ എടുത്തു. ഇനി നട്സ്. അപ്പോൾ മൊത്തം 4 സബ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 2 റൈസ് ചെയ്യാം. m എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് എ ക്രോസ് ബി. പറഞ്ഞു നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ n ഓഫ് a n. ഈ സാധനം തന്നെയാണ് m എന്ന് പറയുന്നത്. 2 റൈസ് ചെയ്യാം സമം 2 സ്ക്വയർ സമം 4. ശരിയാണല്ലോ? അപ്പോൾ ഒരു നോട്ടായിട്ട് കുറിച്ചുള്ള കഴിഞ്ഞ വർഷം പഠിച്ച കാര്യം തന്നെ നോട്ട്. n of a is equal to m, n of b is equal to n, n of a is equal to m, n of b is equal to എന്ന് പറഞ്ഞാൽ a യിലെ മെമ്പറുകൾ, a യിലെ എലമെന്റ്സിന്റെ എണ്ണം m, b യിലെ എലമെന്റ്സിന്റെ എണ്ണം n. n of a cross b സമം n of a into n of b സമം m into m. ഇത് m ഇത് m. മൊത്തത്തിൽ ഞാൻ എടുത്തു m എന്ന് വിളിച്ചു. കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇത് എഴുതിയതിന് തൊട്ടുതാണ് number of subsets of A cross B. A cross B യുടെ സബ്സെറ്റ്സുകളുടെയാണ് number of A cross B. number of subsets of A cross B. number of subsets of A cross B. number of subsets of A cross B സമം 2 raised to n of A n of A cross B സമം 2 raised to n of A cross B means m. ഇത് കഴിഞ്ഞ വർഷം എഴുതിയായിരുന്നു. സംഗതി ഒന്നും പറഞ്ഞില്ല. 2 സെറ്റ് എടുത്തു. A cross B എഴുതി. A യിലെ എലമെന്റ്സിന്റെ എണ്ണം അറിയാം, B യിലെ എലമെന്റ്സിന്റെ എണ്ണം അറിയാം. ഇപ്പൊ A cross B യിൽ എത്ര എലമെന്റ്സ് എന്ന് വെച്ചാൽ 2 എലമെന്റ്സ്. A cross B യിലാണ്. A cross B യിൽ 2 എലമെന്റ്സ് ഉണ്ട്. അത് m is equal to. അത് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം ആണ് n of A cross B സമം n of A into n of B. ഇനി ഇതിന്റെ സബ്സെറ്റ്സുകളെ കുറിച്ച് നമുക്ക് എണ്ണി പറയാം. 1 2 3 4. ഇത് കണ്ടുപിടിക്കാനുള്ള ജനറൽ ആയിട്ടുള്ള ഫോം ഉണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് A cross B യുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് A യിലെ എലമെന്റ്സിന്റെ എണ്ണം ഇൻടു B യിലെ എലമെന്റ്സിന്റെ എണ്ണം ഉണ്ട്. 2 raised to I എലമെന്റ്സിന്റെ എണ്ണം. ഓക്കേ. ഈ n of A into n of B എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
സാധനമാണ്. അതിനോട് ചേർന്ന് വരുന്നത് മീൻസ് എന്നാ ഫേമസ് അതാണ് MSc. ഓക്കെ, ഇനി ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ റിലേഷൻസിനെ കുറിച്ച് പറയുകയാണ്. റിലേഷൻസ് ഞാൻ ചില റിലേഷൻസ് എന്താണ് ഇതിനെ ബേസ് ചെയ്ത് ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ചില റിലേഷൻസ് തന്നെ ഇതാണ്. അപ്പം ഒന്ന് രണ്ട് റിലേഷൻസ് വരുന്നപ്പോൾ ആദ്യ റിലേഷനെ R1 എന്ന് വിളിച്ചു, ഫസ്റ്റ് റിലേഷനെ R1 എന്ന് വിളിച്ചു. റിലേഷൻ അപ്പൊ ഈ റിലേഷൻ ക്യാപിറ്റൽ R ഓൺ സെറ്റ് A ടു സെറ്റ് B, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. ആദ്യത്തെ റിലേഷൻ ഞാൻ പറയാൻ പോകുന്നത് എയിലെ എലമെന്റ്സിനേക്കാൾ 2 കൂടുതലാണ് ബിയിലെ എലമെന്റ്സ്. എയിലെ എലമെന്റ്സിനേക്കാൾ 2 കൂടുതലാണ് ബിയിലെ എലമെന്റ്സ്. അപ്പൊ എയുടെ എലമെന്റ്സിനേക്കാൾ എന്താണ് 2 കൂടുതലാണ് ബിയിലെ എലമെന്റ്സ്. അപ്പൊ ബി എന്ന് പറയുന്നത് A+2. അങ്ങനെയാണെങ്കിൽ എയിലെ എലമെന്റ്സിനേക്കാൾ 2 കൂടുതൽ എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സ് 1 ആണെങ്കിൽ അതിനേക്കാൾ 2 കൂടുതൽ 3. ഇനി 2 എടുത്താൽ 2 3 എടുക്കാൻ കഴിയില്ല, കാരണം 2നേക്കാൾ 2 കൂടുതലില്ല ഒരു റിലേഷൻ. ഇനി രണ്ടാമത്തെ റിലേഷൻ ഞാൻ പറയുന്നു എയിലെ എലമെന്റ്സിനേക്കാൾ 1 കൂടുതലാണ് ബിയിലെ എലമെന്റ്സ്. എയിലെ എലമെന്റ്സിനേക്കാൾ 1 കൂടുതൽ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് എയിലെ എലമെന്റ്സ് 2, അതിനേക്കാൾ 1 കൂടുതൽ. മനസ്സിലായോ? ഇനി ഞാൻ പറയുന്നു അപ്പൊ ഇതിനേക്കാൾ 2 കൂടുതൽ എന്ന റിലേഷൻ എഴുതി, ഇതിനേക്കാൾ 1 കൂടുതൽ എന്ന റിലേഷൻ എഴുതി. ഇനി എയിലെ എലമെന്റ്സിനേക്കാൾ വലുതാണ് ബിയിലെ എലമെന്റ്സ്. അപ്പോ R3 സെറ്റ് വലുതെന്ന് പറയുമ്പോൾ 1നേക്കാൾ വലുത് 3, അതിന്റെ 2നേക്കാൾ വലുത്. ഇനി ഞാൻ പറയുന്നു ബിയിലെ എലമെന്റ്സിനേക്കാൾ വലിയ എലമെന്റ്സുകളാണ്, അല്ലെങ്കിൽ എയിലെ എലമെന്റ്സിനേക്കാൾ ചെറിയ എലമെന്റ്സുകളാണ് ബി. എയിലെ എലമെന്റ്സിനേക്കാൾ ചെറിയ എലമെന്റ്സുകൾ. എയിലെ എലമെന്റ്സിനേക്കാൾ ചെറിയ എലമെന്റ്സ് ബിയിലുണ്ടോ? അങ്ങനെ എന്തെഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ R3 R4 മീൻസ് ഇതെല്ലാം അപ്പൊ ഇത് ഓരോന്നും ഈ A+Bയുടെ സബ്സെറ്റ്സിന്റെ ഇത് സബ്സെറ്റ്സ് ആണ് അല്ലെ. A+Bയുടെ സബ്സെറ്റ്സ് ഇതാണ് സബ്സെറ്റ്സ് ആണ്. ഈ സബ്സെറ്റ്സിന്റെ സബ്സെറ്റുകൾ ഈ സബ്സെറ്റ്സുകളുടെ അതായത് A+Bയുടെ സബ്സെറ്റ്സുകളുടെ അല്ലെങ്കിൽ A+Bയുടെ സബ്സെറ്റ്സുകളുടെ സബ്സെറ്റ്സുകളാണ് അല്ലെങ്കിൽ A+Bയുടെ സബ്സെറ്റുകളാണ് കാണുന്നത്. ശരിയല്ലേ? സെറ്റ് 1 ഓർഡർ 1 3 കാണുന്നത്, സെറ്റ് ഓർഡർ 2 3 ആണ്, അതുപോലെ സെറ്റ് 1 3 2 3. ഇതെല്ലാം A+Bയുടെ എന്താണ് സബ്സെറ്റ്സുകളാണ്. അപ്പൊ A+Bയുടെ സബ്സെറ്റ്സുകളാണ് ഇവിടെ റിലേഷൻ ഉള്ളത്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ R എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് A+Bയുടെ സബ്സെറ്റ്സുകളാണ്. A+Bയുടെ എന്താണ് സബ്സെറ്റ്സുകളാണ്. ഒന്ന് കുറിച്ചോളൂ. A relation capital R from a set capital A, relation capital R from a set capital A to a set capital B is a subset of A cross B. Subsets of A cross B. Subsets of A cross B. A cross B. A cross B. Subsets of A cross B. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യം തന്നെയാണ്. ഡൊമൈൻ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ A B ഇത് റിലേഷൻ ആണ്. ഈ റിലേഷനിൽ ആദ്യ ഫസ്റ്റ് എലമെന്റ്സുകളുടെ സെറ്റിനെ വിളിക്കുന്നവരാണ് ഡൊമൈൻ. സെക്കൻഡ് എലമെന്റ്സുകളുടെ സെറ്റിനെ വിളിക്കുന്നവരാണ് റേഞ്ച്. ഇനി സെക്കൻഡ് സെറ്റിനെ വിളിക്കുന്നവരാണ് കോഡൊമൈൻ. കോഡൊമൈൻ. അപ്പൊ ഡൊമൈൻ ഫസ്റ്റ് എലമെന്റ്സ്
ഫസ്റ്റ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ. റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ്സുകളുടെ സെറ്റ്. ഫസ്റ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ. സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ. ഡൊമൈൻ ഉണ്ടോ? ഡൊമൈൻ ഓഫ് ആർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ്സുകളുടെ സെറ്റാണ്. എക്സും വൈയും ആറ് എലമെന്റ്സ് ആണ്. ഈ ഫസ്റ്റ് എലമെന്റ്സുകളുടെ സെറ്റാണ് എന്ത്? ഡൊമൈൻ. നമുക്ക് ഇത് നമ്മളെ റിലേഷൻ എഴുതി എക്സ് മാത്രം എഴുതിയാണ്. സെറ്റ് എക്സ് എന്ന് എഴുതിയാണ്. ഇത് എക്സ് മാത്രം എഴുതിയാണ്. മൊത്തമൊന്നുമില്ല, അത് റിലേഷനായി. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാറ്റ് ഇങ്ങനെ എഴുതിയാണ്. റിലേഷൻ എഴുതുമ്പോൾ ആർ സമ സെറ്റ് ഇങ്ങനെ എഴുതണം. എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ക്യാറ്റ്. റിയൽ നമ്പേഴ്സ് ഇത് റിലേഷൻ. ഓക്കെ, അപ്പോ എക്സ് എലമെന്റ്സ് ആദ്യ എലമെന്റ്സുകളുടെ സെറ്റാണ് ഡൊമൈൻ. ഇനി റേഞ്ച് ആർ. റേഞ്ച് ഓഫ് റിലേഷൻ y belongs to R. ഇനി സെക്കൻഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. സെക്കൻഡ് സെറ്റ് കോഡൊമൈൻ. അപ്പോ ഫസ്റ്റ് കമ്പോണന്റ് ആണ് റിലേഷനിലെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് എന്ത്? ഡൊമൈൻ. സെക്കൻഡ് കമ്പോണന്റ് ആണ് റേഞ്ച്. സെക്കൻഡ് സെറ്റ് ആണ് കോഡൊമൈൻ. എന്തൊക്കെ പഠിച്ചു നമ്മൾ? എ ക്രോസ് ബി എഴുതാൻ പഠിച്ചു. എ ക്രോസ് ബി എഴുതാന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റ്സുകളും വെച്ചുകൊണ്ട് ബി എലമെന്റ്സുമായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യിച്ചു. ഓട്ടോയുടെ പേര് എഴുതി. ഇനി എൻ ഓഫ് എ എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സുകളുടെ എണ്ണമാണ് എൻ ഓഫ് എ, ബിയിലെ എലമെന്റ്സുകളുടെ എണ്ണമാണ് എൻ ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്, എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. അതിനുശേഷം നമ്മൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകൾ എങ്ങനെ കണ്ടെത്തി? ജനറലായിട്ട് എങ്ങനെ കണ്ടെത്താം? 2 raised to n of a ക്രോസ് ബി. മനസ്സിലായല്ലോ? ഇന്നേറ്റ് നമ്മൾ റിലേഷൻസ് പങ്കുവച്ചു. റിലേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ റിലേഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഓരോ റിലേഷനും എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. അങ്ങനെ ജനറലൈസ് നമുക്ക് പറയാം, ഒരു റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ എന്താണ്? സബ്സെറ്റ്സുകളാണ്. എയിൽ ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളാണ്. അപ്പോ എയിൽ ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളാണ്. ഇനി റിലേഷൻ എഴുതിയതിനു ശേഷം ആ റിലേഷനുള്ള ഫസ്റ്റ് കമ്പോണന്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. സെക്കൻഡ് എലമെന്റ്സുകളുടെ കമ്പോണന്റ് വിളിക്കുന്ന പേരാണ് റേഞ്ച്. സെക്കൻഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ക്ലിയർ ആയോ? റേഞ്ച് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എ ക്രോസ് ബി എഴുതിയപ്പോൾ നൾ സെറ്റ് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? നൾ സെറ്റ് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയുമ്പോൾ നൾ സെറ്റ് ആ റിലേഷൻ ഒന്നുമില്ല. നൾ സെറ്റ് അപ്പൊ ഏതൊരു സെറ്റ് എടുത്തു? 1 2 വേണമെങ്കിൽ എയുമായിട്ട് ബിക്ക് വരെ എയുമായിട്ട് തന്നെ അത് റിലേറ്റ് ചെയ്യുന്നു. എ ഈസ് റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റ് എയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. റിലേറ്റ് ചെയ്യുന്നതിൽ എയിൽ ഒരു എലമെന്റിന് പോലും അതിലുള്ള ഒരു എലമെന്റുമായിട്ടും ബന്ധമില്ല. കുറച്ച് മുന്നേ നമ്മൾ കണ്ടു. പിന്നെ എയിലെ എലമെന്റ്സിനേക്കാൾ കുറവാണ് ബി എലമെന്റ്സ്, ഒറ്റ എലമെന്റ്സ് ഇല്ല. അപ്പൊ നൾ സെറ്റ്, ആ നൾ സെറ്റ് എന്ന് പറയുന്നത് ആ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻ. അങ്ങനെ നൾ സെറ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എംപ്റ്റി ആയിട്ടുള്ള റിലേഷൻ ആണ്. ദാറ്റ് മീൻസ് എംപ്റ്റി റിലേഷൻ ഷോർട്ട് ഫോം എംപ്റ്റി റിലേഷൻ. അപ്പോൾ എ ക്രോസ് ബി എന്ന് എഴുതുക, നൾ സെറ്റ്, എംപ്റ്റി റിലേഷൻ. ഇനി എ ക്രോസ് ബി തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ ഫുൾ സെറ്റ് ആണ്. ഫുൾ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. സബ്സെറ്റുകളാണ് റിലേഷൻ അല്ലെ? അപ്പൊ ഫുൾ സെറ്റ് അതിന്റെ ഒരു എന്തായിട്ട് മാറുന്നു? ഫുൾ സെറ്റ്. എ ക്രോസ് ബി അതിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ആ ഫുൾ സെറ്റ്, എ ക്രോസ് ബി മീൻസ് ആ ഫുൾ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്.
അങ്ങനെയാണ് ആ സബ്സെറ്റ് വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ. രണ്ട് റിലേഷൻ നമ്മൾ പറഞ്ഞു, എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും. ഒന്ന് കുറിച്ചോളൂ എംപ്റ്റി റിലേഷനും. ഇതൊന്ന് കുറിച്ചതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കുറിക്കാം. കുറിച്ചോളൂ യൂണിവേഴ്സൽ റിലേഷൻ, എംപ്റ്റി റിലേഷൻ. across എഴുതി ഇങ്ങനെ എഴുതാം. നൾ സെറ്റ്, ഫുൾ സെറ്റ്. നൾ സെറ്റിന് എംപ്റ്റി റിലേഷൻ, ഫുൾ സെറ്റിന് യൂണിവേഴ്സൽ റിലേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ കുറിച്ചോളൂ. ഒരു സബ്ജക്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എംപ്റ്റി റിലേഷൻ. എംപ്റ്റി റിലേഷൻ. എംപ്റ്റി റിലേഷൻ എന്ന് എഴുതിയിട്ട് കുറിച്ചോളൂ. എ റിലേഷൻ ക്യാപിറ്റൽ ആർ, എ റിലേഷൻ ക്യാപിറ്റൽ ആർ in a set capital A, in a set capital A is called empty relation. Empty relation. അപ്പോ എയിലുള്ള ഒരു റിലേഷൻ ആണ് ക്യാപിറ്റൽ ആർ എങ്കിൽ അതിനെ എംപ്റ്റി റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് no element of A is related to no element of A is related to any element of A, any element of A, any element of A, any element of A, any element of A. അപ്പോൾ ഏതിലുള്ള ഒരു എലമെന്റും അതിലുള്ള ഒരു എലമെന്റുമായിട്ടൊന്നുമില്ല, ബന്ധമില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? എംപ്റ്റി റിലേഷൻ. അപ്പൊ എംപ്റ്റി റിലേഷൻ, ആ എംപ്റ്റി റിലേഷൻ നമുക്ക് ആ റിലേഷൻ ആറാണ്. അപ്പൊ എംപ്റ്റി റിലേഷൻ നൾ സെറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിയല്ലേ? ഇതെന്ന് പറയുന്നത് ഈ എ ക്രോസ് ബി അല്ല, എയും എയിലോട്ടാണ്. അപ്പൊ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. സബ്സെറ്റിനെ സൂചിപ്പിക്കാനാണ് കൊടുക്കും. അപ്പൊ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എംപ്റ്റി റിലേഷൻ ആണ്. എംപ്റ്റി സെറ്റ് ഇത് സബ്സെറ്റ് ആണ്. അപ്പൊ എംപ്റ്റി സെറ്റ് കണ്ടെയ്ൻ മീൻസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഒന്ന് കുറിച്ചോളൂ. ആർ സി കണ്ടു. എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ്. സബ്സെറ്റ് ഇങ്ങനെ ഈ സിമ്പിൾ സബ്സെറ്റ് തിരിച്ചു വരുമ്പോൾ സൂപ്പർ സെറ്റ്. സൂപ്പർ സെറ്റ്. അപ്പൊ എ ക്രോസ് എ എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ്. ഇതിന്റെ സൂപ്പർ സെറ്റ് ആണ്. ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. സൂപ്പർ സെറ്റ് സബ്സെറ്റ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. വലിയ സെറ്റിനെ അതിന് വിളിക്കുന്നത് സൂപ്പർ സെറ്റ്. ചെറിയ സെറ്റാണ് സബ്സെറ്റ്. ആ വലിയ സെറ്റിന് ചെറിയ സെറ്റാണ് സബ്സെറ്റ്. റിലേഷൻ. അപ്പൊ ഈ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്ന റിലേഷൻ എ ക്രോസ്, അതായത് എ ക്രോസ് ആണ്. എംപ്റ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? എംപ്റ്റി സെറ്റ്. എംപ്റ്റി അതൊരു സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റ് ഇതിന്റെ ഒരു സബ്സെറ്റ് എ ക്രോസ് ആണ് സബ്സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് വരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. അതുകൂടെ പറഞ്ഞ ശേഷം അടുത്ത യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുൾ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ എ ക്രോസ് എ. എ ക്രോസ് എ എന്ന് പറയുന്നത് അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അല്ലെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഫുൾ സെറ്റും ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെ ഫുൾ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് റിലേഷൻ എടുക്കുമ്പോൾ അത് 6 യൂണിവേഴ്സൽ റിലേഷൻ ആവണമെങ്കിൽ എയിലുള്ള ഓരോ എലമെന്റും ഇതിന്റെ നമുക്ക് എഴുതാം. ഇതിന്റെ നമുക്ക് എ ക്രോസ് എഴുതാം. എ ക്രോസ് എ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം 1 1 1 1 1 2 2 1 2 2 ഇങ്ങനെ എല്ലാം എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇതിലുള്ള ഓരോ എലമെന്റും അതിലുള്ള എല്ലാ എലമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യും. ഈ സെറ്റിനെ ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ്. ഇപ്പൊ ഇത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. മീൻസ് ഇത് ആ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണ് സബ്സെറ്റുകളാണ് റിലേഷൻ. അങ്ങനെയാണ് ഈ ഫുൾ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ എഴുതിയോ? എ റിലേഷൻ ക്യാപിറ്റൽ ആർ, എ റിലേഷൻ ക്യാപിറ്റൽ ആർ in a set capital A, in a set capital A is called universal relation, is called universal relation if each element of A, if each element of A, if each element of A is related to every element of A, ഇതിലെ ഓരോ എലമെന്റും അതിലുള്ള എല്ലാ എലമെന്റുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഇപ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ പറഞ്ഞ കാര്യം 2 സെറ്റുകൾ എടുത്തു. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ, എയും ബിയും 2 സെറ്റ് എടുത്തു. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ മനസ്സിലായി. ഇനി എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് മനസ്സിലായി എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ് എൻ ഓഫ് എ ക്രോസ് ബി. ശരിയല്ലേ? എൻ ഓഫ് എ എന്ന് പറയുമ്പോൾ എയിലെ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം, എൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ ബിയിലെ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. അപ്പോൾ എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒന്നുകിൽ എ ക്രോസ് ബി കണ്ടുപിടിച്ചതിന് ശേഷം എണ്ണം, അല്ലെങ്കിൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി കണ്ടുപിടിച്ചാൽ മതി. ഇനി
എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എഴുതി ഇത്രയേ ഉള്ളൂ 2n of എ ക്രോസ് ബി. അതാണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളുടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. ഇനി സബ്സെറ്റുകളാണെന്ന് റിലേഷൻ നമ്മൾ മനസ്സിലാക്കി, സബ്സെറ്റ്സുകളാണ് റിലേഷൻ. അപ്പൊ എയിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിട്ട് നൾസെറ്റും വരും. അതുപോലെ ആ എ ക്രോസ് ബി തന്നെ ഒരു സബ്സെറ്റ് ആയി വരും. ദാറ്റ് മീൻസ് ഫുൾ സെറ്റ്. ആ നൾസെറ്റിനെ വിളിക്കുന്ന പേരാണ് എം ടി റിലേഷൻ. കാര്യം നൾസെറ്റ് അതിന്റെ ഒരു സബ്സെറ്റാണ്. ആ സബ്സെറ്റിനെ, ആ നൾസെറ്റ് എന്നുള്ള സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് എം ടി റിലേഷൻ. അപ്പൊ എം ടി റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് ബി എന്നോ എ എന്നോ തന്നെ പറയും. ഇനി അടുത്ത യൂണിവേഴ്സൽ റിലേഷൻ എന്താ പറയുന്നത്? എയിലുള്ള ഓരോ എലമെന്റും അതിലുള്ള എല്ലാ എലമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഫുൾ സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ന് യൂണിവേഴ്സൽ റിലേഷൻ. ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ ഈസ് കാൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ നമുക്ക് എഴുതാം ആർ ഈസ് ഈക്വൽ ടു എ ക്രോസ് എ. അതാണ് യൂണിവേഴ്സൽ റിലേഷൻ. ശരി, ഇത്രയും കുറിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ട് റിലേഷൻ നമ്മൾ പഠിച്ചു, എം ടി റിലേഷനും എന്താണ് യൂണിവേഴ്സൽ. സംഗതി ഒന്നുമില്ല. എം ടി റിലേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതിച്ചുള്ള നൾ സെറ്റ്. നൾ സെറ്റ് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പോൾ എയിൽ നിന്ന് എയിലേക്കുള്ള നമ്മൾ ക്രോസ് എടുക്കുന്നു, എ ക്രോസ് എ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് എയിലേക്കുള്ള എ ക്രോസിന്റെ സബ്സെറ്റ് ആണ് നൾ സെറ്റ്. അപ്പോൾ ആ നൾ സെറ്റ് എം ടി റിലേഷൻ. ഇനി എ ക്രോസ് എ തന്നെ എന്താണ്? അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ ആ ഫുൾ സെറ്റിനെ വിളിക്കുന്നവരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, ക്ലാസ് അവസാനിച്ചു.